ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെത്തേഡ്സ് ഓഫ് സൂപ്പർ ചാർജിങ് ആണ്. അതിലെ രണ്ട് മെത്തേഡായിരുന്നു ഉണ്ടായിരുന്നത്. ഡയറക്റ്റ് കപ്ലിംഗ് ഓഫ് കംപ്രസർ വിത്ത് എൻജിനുമായിട്ട് കംപ്രസർ ഡയറക്റ്റായിട്ട് കപ്പിൾ ചെയ്ത് വെക്കുന്നു. അതുപോലെ ബൈ യൂസിങ് എക്സോസ്റ്റ് എനർജി. ഇതിൽ ഒന്നാമത്തെ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. എൻജിനുമായിട്ട് കംപ്രസർ ഡയറക്റ്റായിട്ട് കപ്പിൾ ചെയ്ത് വെച്ചു. അതിന് ശേഷം എൻജിന് പവർ കൊടുത്തിട്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? എൻജിനിൽ നിന്ന് ഡയറക്റ്റ് കംപ്രസറിലോട്ട് പവർ പോകുന്നു. എന്നിട്ട് ആ കംപ്രസർ ഉപയോഗിച്ച് എയർ കംപ്രസ് ചെയ്യുന്നു. ആ കംപ്രസർ എയറാണ് എൻജിനിലോട്ട് സപ്ലൈ ചെയ്യുന്നത്, അല്ലേ? ഓക്കെ, അത് ഒരു ടൈപ്പ്. പക്ഷെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ എൻജിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പാർട്ട്, എൻജിൻ ഡെവലപ്പ് ചെയ്യുന്ന പവറിൻ്റെ ഒരു ഭാഗം എന്തിനു വേണ്ടിയിട്ട് എടുക്കും? എൻജിൻ ഡെവലപ്പ് ചെയ്യുന്ന പവറിൻ്റെ ഒരു ഭാഗം കംപ്രസർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. ഒരു നിശ്ചിത ശതമാനം കംപ്രസറിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് എടുക്കും. ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന പവറിൽ നിന്ന് ശതമാനം മറ്റൊരു വർക്കിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഒരു പവർ ലോസ്, ചെറിയ തോതിലുള്ള ഒരു പവർ ലോസ് അവിടെ സംഭവിക്കുന്നുണ്ട്. 10% ഒക്കെ അതിൻ്റെ ഒക്കെ അടുത്ത്, ടോട്ടൽ പവറിൻ്റെ ഒരു 10% അടുത്തൊക്കെ ആ കംപ്രസറിന് വേണ്ടിയിട്ട് തന്നെ പോകും. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിൽ. സോ എന്നിരുന്നാലും ഓവറോൾ എഫിഷ്യൻസി എന്തായിരിക്കും? ഒരു സാധാരണ എഞ്ചിനേക്കാളും കൂടുതൽ തന്നെയായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് നോക്കാം. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബൈ യൂസിങ് എക്സോസ്റ്റ് എനർജി. എക്സോസ്റ്റ് എനർജി എന്നുള്ളത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ടർബോ ചാർജർ എന്നാണ് വിളിക്കുന്നത്. ടർബോ ചാർജർ, ആക്ച്വലി ഇതാണ് ടർബോ ചാർജർ. ആ ടർബോ ചാർജറിൻ്റെ ഇതൊക്കെ അണ്ടർ സൂപ്പർ ചാർജിങ് എന്ന ടോട്ടലി ഉള്ളൊരു പ്രോസസ്സിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ടർബോ ചാർജർ. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് പാർട്ടുകൾ? എൻജിൻ പ്രധാനമായിട്ട് വരുന്നത്. എൻജിൻ, പിന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇൻ്റർകൂളർ, കംപ്രസർ, ടർബൈൻ, ഇങ്ങനെ പാർട്ടാണുള്ളത്. ഇതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, എൻജിൻ ഡെവലപ്പ് ചെയ്യുന്ന ഇവിടെ കംപ്രസർ കൊടുത്തിട്ടുള്ള എവിടെ നോക്കാം. ഇവിടെ കംപ്രസർ കൊടുത്തിട്ടുള്ളത് എവിടെയാണ്? ഇവിടെ കംപ്രസർ കൊടുത്തിട്ടുള്ളത് എൻജിനുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇവിടെ ഡയറക്റ്റ് ആയിട്ടില്ല, ഉണ്ടോ? എൻജിൻ ഇവിടെയാണുള്ളത്. എൻജിൻ്റെ അതേപോലെ തന്നെ എൻജിൻ്റെ പവർ ഔട്ട്പുട്ട് എടുക്കുന്നത്, പുറത്തോട്ട് എടുക്കുന്ന ഡ്രൈവിന് വേണ്ടി എടുക്കുന്ന ഇവിടെയാണ്. അതുപോലെ അതർ എൻഡ് ഇവിടെയാണ്. ഇവിടുന്ന് എവിടേക്കും പവർ എവിടേക്കും പോകുന്നില്ല. എവിടുന്ന് ഇവിടെ ഇങ്ങോട്ട് മാത്രമേ പോകുന്നുള്ളൂ. അതായത് കംപ്രസർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്രസറോ അല്ലെങ്കിൽ ടർബൈനോ ഒന്നും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പവർ എടുക്കുന്നില്ല. അതേപോലെ തന്നെ ഇവിടുന്നും പവർ എടുക്കുന്നില്ല. അത് ഫ്രീ ആണ്. അത് ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടുന്ന് പവർ എടുക്കുന്നത്, അല്ലേ? പക്ഷെ ഇതിൻ്റെ തൊട്ട് മുന്നത്തിൽ എന്തായിരുന്നു? ഇതിൻ്റെ തൊട്ട് മുന്നേ സൂപ്പർ ചാർജറിൽ ഇവിടെ ചെയ്തിരുന്നത് ഈ ഒരു ഭാഗത്തുനിന്ന് പവർ എടുത്തിട്ടാണ് കംപ്രസർ വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, എന്നാൽ ടർബോ ചാർജറിൽ കംപ്രസർ ഉള്ളത് ഇവിടെയാണ്. അത് ഒരിക്കലും ഡയറക്റ്റായിട്ട് എൻജിനുമായിട്ട് ഡയറക്റ്റ് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഡയറക്റ്റായിട്ട് ഒരു മെക്കാനിക്കൽ കോണ്ടാക്റ്റ് ഒന്നുമില്ല.
പകരം ഇവിടെ ഉള്ളത് എങ്ങനെയാണ്? അപ്പോൾ എങ്ങനെ കംപ്രസർ കറങ്ങും? കംപ്രസറിനെ എങ്ങനെ കറക്കാൻ പറ്റുക? കംപ്രസർ ഇവിടെ കറങ്ങുന്നത് ഇവിടെ നോക്കാം. ഇത് എൻജിന്. ഇവിടെ കണക്ഷൻ വരുന്നത് എൻജിനിൽ നിന്ന് എക്സോസ്റ്റ്. എന്ന് പറയുന്നത് എക്സോസ്റ്റാണ്. എക്സോസ്റ്റ് ഉണ്ടാവുമല്ലോ. ആ എക്സോസ്റ്റിൽ നിന്ന് ഒരു എക്സോസ്റ്റ് ലൈന് ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള സാധാരണ സൂപ്പർ ചാർജറിൽ സാധാ മെത്തേഡിൽ നേരെ അറ്റ്മോസ്ഫിയറിലോട്ട് പുറത്തോട്ട് കളയായിരുന്നു അല്ലേ? ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഫിഗറിൽ അത് കാണാൻ പറ്റും. എന്താണ്, എൻജിനിൽ നിന്ന് ഡയറക്റ്റ് കംപ്രസറിന് കൊടുത്തതും കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ എക്സോസ്റ്റ് ഉണ്ടല്ലോ, ഇതാണല്ലോ എക്സോസ്റ്റ്. ആ എക്സോസ്റ്റ് നേരെ പുറത്തോട്ട് റിലീസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്ത് ഒഴിവാക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് ടൈപ്പ് പഠിച്ചത്. എന്നാലോ ഇവിടെ നോക്കാം, ഇതിൽ എൻജിനിൽ നിന്ന് ഒരിക്കലും കംപ്രസറിലോട്ട് എടുക്കുന്നുമില്ല. എന്നാൽ ഇവിടെയുള്ള എക്സോസ്റ്റ് ഗ്യാസ് പുറത്തോട്ട് കളയാതെ എന്തിലോട്ട് സപ്ലൈ ചെയ്യും? ആ എക്സോസ്റ്റ് ഗ്യാസ് നമ്മൾ പുറത്തോട്ട് ഡയറക്റ്റായിട്ട് കളയുന്നില്ല, പകരം ഒരു ടർബൈനിലോട്ടാണ് കൊടുക്കുന്നത്. ടർബൈനിലോട്ട് കൊടുക്കുന്നു. ഓക്കെ, ടർബൈനിലോട്ട് കൊടുക്കുന്നു. പിന്നെ ടർബൈനിലോട്ട് ആ എക്സോസ്റ്റ് ഗ്യാസ് ഇങ്ങനെ കയറി വരും. എന്നിട്ട് ടർബൈനെ കറക്കും. ടർബൈൻ അത് റൊട്ടേറ്റ് ചെയ്യും. ടർബൈൻ എന്ന് പറയുമ്പോൾ ഒരു ബ്ലേഡാണ്. ഇതേപോലെ ഇപ്പോൾ ഒരു ടർബൈനിൽ എന്തുണ്ടാവും, ഇങ്ങനെ ഒരു ഇമ്പല്ലർ, ഇങ്ങനത്തെ ഓരോ ബ്ലേഡുകൾ ഉണ്ടാവും. അപ്പോൾ ഈ എക്സോസ്റ്റ് ഗ്യാസ് ഇവിടെ വന്നിട്ട് പോകുന്ന സമയത്ത് ഇതിങ്ങനെ കറങ്ങാൻ തുടങ്ങും. അതേപോലെ തന്നെ. ഓക്കെ, അങ്ങനെ അപ്പോൾ ആ ഡയറക്റ്റായിട്ട് അത് നേരെ ടർബൈനിലൂടെ കറങ്ങും. ടർബൈനിലൂടെ പാസ് ചെയ്തിട്ട് ടർബൈൻ അത് കറക്കും. ഓക്കെ, എന്നിട്ട് അത് നേരെ അറ്റ്മോസ്ഫിയറിലോട്ട് പുറത്തോട്ട് പോകും. അല്ലാതെ എൻജിനിൽ നിന്ന് ഡയറക്റ്റായിട്ട് പുറത്ത് പോവുകയല്ല ചെയ്യേണ്ടത്. അത് കംപ്രസറിലൂടെ കയറി ഇറങ്ങിയതിന് ശേഷമാണ് പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ എന്താ സംഭവിക്കും? ഈ എൻജിനിൽ നിന്നുള്ള എക്സോസ്റ്റ് ഗ്യാസ് നേരെ ടർബൈനിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ ടർബൈൻ്റെ ബ്ലേഡിലൂടെ പാസ് ചെയ്യുമ്പോൾ ടർബൈൻ കറങ്ങും. ടർബൈനിൻ്റെ കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയോ? ഈ ടർബൈനുമായിട്ട് ഒരു ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഷാഫ്റ്റിൻ്റെ എൻഡിൽ ഒരു കംപ്രസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഈ ടർബൈൻ കറങ്ങുമ്പോൾ എക്സോസ്റ്റ് ഗ്യാസ് ടർബൈനിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ടർബൈൻ കറങ്ങും. അപ്പോൾ ടർബൈൻ കറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഷാഫ്റ്റ് കറങ്ങുമല്ലോ. ഷാഫ്റ്റും കറങ്ങും. ഈ ഷാഫ്റ്റ് കറങ്ങുമ്പം ആ ഷാഫ്റ്റിൻ്റെ എൻഡിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കംപ്രസറും കറങ്ങാൻ തുടങ്ങും. അതൊക്കെ ഒരു ഷാഫ്റ്റിലാണ്. ടർബൈനും അതേപോലെ തന്നെ കംപ്രസറും ഒരു ഷാഫ്റ്റിലാണ്. അപ്പോൾ ഷാഫ്റ്റിലാകുമ്പോൾ ടർബൈൻ കറങ്ങുമ്പോൾ എന്തായാലും കംപ്രസറും കറങ്ങും. ടർബൈൻ സ്റ്റോപ്പ് ആകുമ്പോൾ കംപ്രസറും സ്റ്റോപ്പ് ആകും. കാരണം ഒരൊറ്റ ഷാഫ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കംപ്രസർ കറങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയർ നേരെ കംപ്രസർക്ക് കടക്കും. അങ്ങനെ അത് കംപ്രസ് ചെയ്തിട്ട് ഇവിടെ വെച്ച് കംപ്രസ് ചെയ്യും. അങ്ങനെ കംപ്രസ് ചെയ്ത എയർ നേരെ ഇങ്ങനെ വന്ന് ഇതിലൂടെ വന്ന് ഇൻ്റർകൂളറിലൂടെ പാസ് ചെയ്യും. ഇൻ്റർകൂളറിൽ വെച്ച് അതിനെ ഒന്ന് തണുപ്പിക്കും. കാരണം അത് ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലാണ് ആ ഗ്യാസ് വരുന്നത്. അപ്പോൾ അതിനൊന്ന് തണുപ്പിച്ചിട്ട് എന്നിട്ടാണ് നേരെ എങ്ങോട്ട് പോകുന്നത്? എൻജിനിലോട്ട് പോകുന്നത്. എന്നിട്ട് നേരെ എൻജിനിലോട്ട് തന്നെ അതിന് പാസ് ചെയ്യും. വീണ്ടും എക്സോസ്റ്റ് ഗ്യാസ് ഇതിലൂടെ പോകുന്നു, ടർബൈന് കറക്കുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സൈക്ലിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സോസ്റ്റ് ഗ്യാസ് ഉപയോഗിച്ചിട്ട് കംപ്രസർ വർക്ക് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സ്. അതിനെ സാധാരണ വിളിക്കുന്ന പേരാണ് എന്ത്? ടർബോ ചാർജർ. ഓക്കെ, അപ്പോൾ സൂപ്പർ ചാർജിങ്ങിൻ്റെ 2 മെത്തേഡുകളാണ് ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ ഇൻ ദിസ് ടൈപ്പ് ദ എക്സോസ്റ്റ് എനർജി ഓഫ് ദ എൻജിൻ ഈസ് യൂട്ടിലൈസ്ഡ് ടു ഡ്രൈവ് എ ടർബൈൻ ടു വിച്ച് എ കംപ്രസർ ഈസ് കപ്പിൾഡ്. ദ എൻജിൻ ഔട്ട്പുട്ട് ഈസ് നോട്ട് യൂസ്ഡ് ടു ഡ്രൈവ് ദ കംപ്രസർ. ഇവിടെ എൻജിൻ്റെ ഔട്ട്പുട്ട് കംപ്രസർ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നില്ല. പകരം അതിൽ നിന്ന് വേസ്റ്റായി പോകുന്ന എക്സോസ്റ്റ് ഗ്യാസ്, പുറത്തോട്ട് വേസ്റ്റായി പോകുന്ന എക്സോസ്റ്റ് ഗ്യാസ് ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു ടർബൈൻ കറക്കിയിട്ട് ആ ടർബൈൻ ഉപയോഗിച്ചിട്ടാണ് കംപ്രസറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഒരു പവർ സേവിങ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും എൻജിനിൽ നിന്ന് ഒരു പവറിൻ്റെ ഒരു ഭാഗം എടുക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പവറിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ടർബോ ലാഗ് എന്നൊരു സംഭവമുണ്ട്. ടർബോ ചാർജർ വേറെ വരുന്നുണ്ട്. ഇതേ പ്രൊസൻ ഒന്നുകൂടി പറയും. ടർബോ ലാഗ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത പ്രഷറിൽ എക്സോസ്റ്റ് ഗ്യാസ് ഈ ടർബൈനിലൂടെ പാസ് ചെയ്തെങ്കിൽ മാത്രമേ ടർബൈൻ ശരിക്കും കറങ്ങുള്ളൂ. ടർബൈൻ ശരിക്കും കറങ്ങിയാലേ കംപ്രസർ കറങ്ങുള്ളൂ. അപ്പോൾ ഒരു നിശ്ചിത RPM കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ടർബോ ചാർജർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതേസമയം സൂപ്പർ ചാർജർ ആണെങ്കിലോ അത് ഡയറക്റ്റ് എൻജിനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ആക്ഷനൊക്കെ വളരെ ഫാസ്റ്റായിരിക്കും. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ റെസ്പോൺസ് അറിയാൻ പറ്റും. പക്ഷേ ടർബോ ചാർജറിൽ നമുക്കൊരു പെട്ടെന്നൊരു ആക്സിലേറ്ററും കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു റെസ്പോൺസ് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ കാരണം അതൊരു നിശ്ചിത 5000 RPM എത്തണം. അപ്പോൾ ഒരു ആക്സിലേറ്റർ കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് ടർബോ ഒന്ന് ബൂസ്റ്റ് ആവുക. ആ ഒരു ലാഗിന് വിളിക്കുന്ന പേരാണ് ടർബോ ലാഗ്. ഓക്കെ, പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.